ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയാണല്ലോ കലാപം അവസാനിച്ചത്. അതായത് ഭീകരത ഉറപ്പിക്കാൻ അവരാദ്യം ചെയ്യുന്നത് ജനാധിപത്യം ഇല്ലാതാക്കലോ? ജനാധിപത്യവും ഭീകരതയും സൈഡ് ബൈ സൈഡായി പോകാനാവില്ല. പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യമാണെന്ന് ക്ലെയിം ചെയ്യുമ്പോഴും ഇപ്പോഴും ഒരുതരം ഗൈഡഡ് ഡെമോക്രസിയാണ്, ഗൈഡഡ് ബൈ പാക് ആർമി എന്ന് മാത്രമേ ഉള്ളൂ. ജനാധിപത്യ പ്രക്രിയയെ നയിച്ചുകൊണ്ട് പോകുന്നത് സൈനിക ക്രമമാണ്. എന്നാൽ ജനാധിപത്യ ഭരണകൂടമാണ്, പ്രധാനമന്ത്രിയുണ്ട് എന്നൊരു പ്രതീതി ജനിക്കുന്നു. അതുകൊണ്ട് അത് ഭീകരതയ്ക്ക് തഴച്ചു വളരാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഇനി ഇവിടെ നോക്കൂ, ഭൗമരാഷ്ട്രീയം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ദക്ഷിണ ഏഷ്യയിൽ മാറിമറിഞ്ഞിരിക്കുന്നു. ആ മാറിമറിഞ്ഞത് പാകിസ്ഥാൻ ഒരു വലിയ സാധ്യതയായി കാണുന്നു. ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്ന ഒരു അച്ചുതണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ട്രയാങ്കുലറായി ഞെരുക്കുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാം എന്ന പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിൻ്റെയും ചൈനയുടെയും താല്പര്യം ഇപ്പോൾ ബംഗ്ലാദേശിൽ കൺവേർജ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നോക്കൂ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഫ്രണ്ട്, അതാണല്ലോ വടക്ക് പടിഞ്ഞാറൻ മേഖല, കാശ്മീറും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ അടങ്ങുന്ന പടിഞ്ഞാറൻ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഫ്രണ്ടാണ് പാകിസ്ഥാനുമായി അതിർത്തിയുള്ളത്. അവിടെ എപ്പോഴെല്ലാം പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നു, പരാജയം സംഭവിക്കുന്നു. ഇപ്പോൾ പഹൽഗാമിനെതിരെ ഇപ്പോൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പടിഞ്ഞാറൻ ഫ്രണ്ടിലാണ്, പാകിസ്ഥാനെതിരെയാണ്. ബംഗ്ലാദേശ് മേഖല ഇന്ത്യ കടന്നു കയറിയിട്ടില്ല. അപ്പോൾ ആ മേഖലയിൽ പിന്നാക്കം പോകേണ്ടി വരുമ്പോൾ എക്കാലത്തും പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്ന ഒരു തന്ത്രം കിഴക്കൻ മേഖലയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രശ്നമുണ്ടാക്കുക. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അത് ചെറിയ തോതിൽ, അതൊരു ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റാണ്. പക്ഷേ അതിന് അനുകൂലമായ ഒരു ഭരണകൂടം ഉണ്ടാകണം. ബീഗം ഖാലിദ സിയ അവിടെ ഭരണത്തിലിരിക്കുമ്പോൾ, പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അത് കുറേയൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന 100% ഇന്ത്യ പക്ഷപാതി തന്നെയാണ്. കാരണം അവർക്കറിയാം, ഈ ചരിത്രം അവർ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാനും കുടുംബാംഗങ്ങളും നേരത്തെ വി പി ശ്രീപത്മനാഭൻ സാർ സൂചിപ്പിച്ചതുപോലെ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ രക്ഷപ്പെട്ട് വന്നത് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീന മാത്രമാണ്. വിദേശത്ത് പഠിച്ചതുകൊണ്ട് അവർക്ക് എക്കാലത്തും ഇന്ത്യയോട് ഹൃദയപരമായി ചേർന്ന് നിൽക്കാനാണ് താല്പര്യം. അവരുടെ പാർട്ടിയും അങ്ങനെ തന്നെയാണ്, ബംഗ്ലാദേശിൻ്റെ അവാമി ലീഗ്. ആ പാർട്ടി പോലും ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്, കാലയവനിക്കുള്ളിൽ മറയാൻ പോവുകയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, ഖാലിദ സിയ പ്രായമായി, അവർക്ക് തീരെ വയ്യ. അതുകൊണ്ട് ആരെങ്കിലും പുതിയ നേതൃത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുപോലെ പുതിയ പാർട്ടികൾ വരുന്നു. അപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മുഹമ്മദ് യൂനസ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലെ മരപ്പാവ മാത്രമാണ്. അതുമാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇപ്പോൾ ഇടക്കാല ഒരു അഡ്വൈസർ മാത്രമാണല്ലോ മുഹമ്മദ് യൂനസ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കും, അത് നീട്ടിവെക്കും എന്ന് പറയുന്നു. പക്ഷേ ആ നീട്ടിവെച്ചാലും ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പ് ആത്യന്തികമായി നടക്കുമ്പോൾ പുതിയ ഭരണകൂടവും ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നു. അവിടെയാണ് ചിക്കൻ നെക്കിൻ്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, 7 സിസ്റ്റേഴ്സ്, അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, മിസോറാം, സിക്കിം, ഈ 7 സംസ്ഥാനങ്ങൾ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും തന്ത്രം. അത് സ്വല്പം ഉറക്കെ തന്നെ മുഹമ്മദ് യൂനിസിൻ്റെ വായിൽ നിന്ന് ആ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഴുന്നത് നമ്മൾ കണ്ടതുമാണ്. ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ സെക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടും. അത് മാത്രമല്ല, ആ മേഖലയ്ക്ക്, മിസോറാം ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക്, അറബിക്കടലിലേക്ക് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലൂടെയേ സാധിക്കൂ, അല്ലെങ്കിൽ മ്യാൻമാറിലൂടെ സാധിക്കൂ. ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇവിടെ ചൈനീസ് താല്പര്യമാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ജാഗരൂകരായി നിൽക്കേണ്ട ഒരാവശ്യം. ജമാഅത്ത് ഉദ് ദുവ എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ കസൂരിയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ഈ കസൂരിയുടെ പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഇവിടെ ഈ ഡിബേറ്റ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഈ കസൂരിയുടെ ഒരു പശ്ചാത്തലം നോക്കൂ. അദ്ദേഹം ഒരു ഗ്ലോബൽ പ്ലാനിൻ്റെ ഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്ലോബൽ
ഓപ്പറേഷൻസിൻ്റെ ഒരു ഭാഗമാണ് ഡീസ്റ്റെബിലൈസിങ് വെസ്റ്റേൺ ഡെമോക്രസീസ്, ഡീസ്റ്റെബിലൈസിങ് ഇന്ത്യൻ ഡെമോക്രസി. അത് ഭംഗിയായി നിറവേറ്റുന്നു. ഞാൻ സമ്മതിക്കുന്നു, ഇന്ത്യക്കെതിരെ മാത്രമല്ല ഈ വൈദേശിക പാശ്ചാത്യ ശക്തികൾക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വാധീനമുണ്ട്. കാരണം ഇന്ത്യ വിരുദ്ധ സംഘടന മാത്രമല്ല, മറിച്ച് ഇസ്ലാമിക മൂല്യങ്ങൾ, ഇസ്ലാമിക രീതികൾ, ഒരു 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 പരോക്കിയൽ ഇസ്ലാം ലോകത്തെല്ലായിടത്തും അതൊരു ഭരണ സംവിധാനമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചറൽ ഡിവൈസാണ് ജമാഅത്തെ ഇസ്ലാമി. അത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലേക്ക് കടന്നു കയറും, സാമൂഹ്യ സംഘടനകൾക്കുള്ളിലേക്ക് കടന്നു കയറും, പല പേരുകളിൽ അറിയപ്പെടും. അതിലൊന്നാണ് ജമാഅത്ത് ഉദ്ദുവ. ആ ജമാഅത്ത് ഉദ്ദുവ ഇപ്പോൾ വ്യക്തമായ പ്ലാനുമായിട്ട് മുന്നേറുകയാണ്. അതുകൊണ്ടാണ് 71 ആ ഒരു വാശിയെ കൊണ്ടുവന്നെത്തിച്ചത്. അതുകൊണ്ടാണ് അപ്പോൾ 71 സംഭവിച്ച പാർട്ടീഷൻ ഓഫ് പാകിസ്ഥാൻ, അതിന് പാകിസ്ഥാൻ ഇപ്പോഴും സമരസപ്പെട്ടിട്ടില്ല, മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇന്ത്യ ഉള്ളിടത്തോളം കാലം ആ ഇന്ത്യക്കെതിരെ ഡീസ്റ്റെബിലൈസേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഡീസ്റ്റെബിലൈസേഷനാണ്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വളരെ കാലമായി നിശ്ചയിച്ച് ഉറപ്പിച്ച ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയെടുത്തത് 2024 ഓഗസ്റ്റിലാണ്. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന പുറത്താകുന്നത്. അപ്പോൾ വർഷങ്ങളായി, ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ പ്ലാന്റ് ചെയ്യപ്പെട്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമി അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി പ്ലാന്റ് ചെയ്തിരുന്ന, ബംഗ്ലാദേശിനുള്ളിലെ യുവ മനസ്സുകളിൽ പ്ലാന്റ് ചെയ്തിരുന്ന, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കുള്ളിൽ പ്ലാന്റ് ചെയ്തിരുന്ന ആ വൈറസ് വളരെ വലിയ രീതിയിൽ പ്രോളിഫറേറ്റ് ചെയ്യുകയും അത് ബംഗ്ലാദേശിൻ്റെ ഭരണമാറ്റത്തിൽ കലാശിക്കുകയും ചെയ്തു. അതുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക സംവിധാനമോ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭമോ ഒന്നും തന്നെ ആയിരുന്നില്ല. അതുകൊണ്ട് ആത്യന്തികമായ ഇന്ത്യ വിരുദ്ധതയുടെ ഒരു പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ വർഷം സംഭവിച്ച ബംഗ്ലാദേശിലെ അധികാര കൈമാറ്റം. ഇത് കൂടുതൽ ഇപ്പോൾ വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പടിഞ്ഞാറൻ ഫ്രണ്ട് മാത്രം ഇന്ത്യ ശ്രദ്ധിച്ചാൽ പോരാ. ഇന്ത്യയുടെ കിഴക്കൻ ഫ്രണ്ട്, അതായത് 4000 കിലോമീറ്ററിൽ പരം അതിർത്തി വരുന്ന ബംഗ്ലാദേശ് അതിർത്തി, ഏതാണ്ട് 60-70% സുഷിരങ്ങളുള്ള അതിർത്തിയാണ്. അതൊന്നുകിൽ നദികളാണ്, ചതുപ്പ് നിലങ്ങളാണ്, അല്ലെങ്കിൽ ഊഷരഭൂമിയാണ്. അതിലെ നടന്നു കയറാം, അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ നീന്തി കയറാം. ആ ബോർഡർ വലിയ തോതിൽ അസ്ഥിരപ്പെടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇത് നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിലേക്കും അത് കടന്നു വരികയാണ്. അവിടെയാണ് മമതാ ബാനർജിയുടെ റോളും തൃണമൂൽ കോൺഗ്രസിൻ്റെ റോളും. വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ സൃഷ്ടിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ റോൾ ഉൾപ്പെടെ ഒന്ന് ഭൂതക്കണ്ണാടിയുടെ അടിയിൽ വെച്ചൊന്ന് പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ബംഗാൾ ഉൾപ്പെടെ അവരുടെ പരിഗണനാ വിഷയമായി മാറുന്നു. ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മമതാ ബാനർജി ഒരു ചോദ്യചിഹ്നമാണ്, ബംഗാളും ഒരു ചോദ്യചിഹ്നമാണ്.